गाइस वेलकम बैक टू आवर चैनल। आदू 2 के क्लाइमेक्स सीन के साथ आ गए हैं यार। इतनी फनी मूवी है ये और देखते क्लाइमेक्स सीन में क्या होता है उस मनी मिंट का। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। നമ്മൾ എങ്ങനെയൊക്കെ പോയിട്ട് അവന്മാർ എങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ പുറകെ തന്നെ വരുന്നത് അതാ മനസ്സിലാകാത്ത ഡ്യൂഡേ. ഓ സ്റ്റോപ്പ് ദ സൈറൻ. എടാ പൊട്ടാ സൈറൻ ഓഫ് ചെയ്യ്. ദാ സൈറൻ ഓഫ് ആക്കടാ. അത് ശരിയാണല്ലോ. 10 കിലോമീറ്റർ പുറകേക്ക് സൈറൻ എന്നിട്ട് ഫോളോ ചെയ്യുന്ന പോലും ഫോളോ ചെയ്യുന്നു. ബാഡ് ഇഡിയറ്റ്സ്. മൂവ് ബ്ലഡി ഫൂൾസ്. वही ट्रक है ना। ചുറ്റും ഇരുട്ടാ. നോക്കട്ടെ. കണ്ണൂർ നോക്ക്. ലൈറ്റ് ഇടാ. തുറന്നു നോക്കടാ. ये तो इसके अंदर आ गए ഈ തുരങ്കം നമ്മളെ വിഴുങ്ങി. यार। इनके साथ बहुत स्कैम हो जाता है हर बार। എന്റെ അമ്മ മരിച്ചതാണ്. അത് തുരങ്കം ഇടിഞ്ഞു വീണ്. यार ये सेवियर के लोग हैं। അയ്യാ What the hell? ഡ്യൂഡേ നമ്മൾ പിന്നെ ഓടി തുടങ്ങി. हो गया ना। Yeah, no problem, man. Move, man, move. चल लिया। നമ്മളല്ല വണ്ടി ഓടിക്കുന്നത്. നമ്മളല്ലേ പിന്നെ ആരാണ്? ये कौन है? ओए ये तो वही ஏன் अंकल கிட்டேடா है। உங்களையாட்ட That's காட்டுன? अंकल। இனி உன் வாழ்க்கை ஃபுல்லா ஒரட்ட அடி தாண்டா. अब वो लोग ढूंढते रहेंगे कि एम्बुलेंस मांग रहे हैं। एम्बुलेंस इसके अंदर। அப்படிதான் போ 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 முன்னாடி போ. அப்படியே ये திருப்பு. देखो, ஆ. बहुत போய் நம்ம ஆள்கிட்ட போய் நிறுத்து. போ முன்னாடி இன்னும் முன்னாடி. ஓகே. டேய் ஆம்புலன்ஸ் அப்படியே தள்ளிட்டு அவனை மட்டும் உள்ள வச்சு அடியோ அடின்னு அடிச்சு நம்ம ஹோட்டல் வரைக்கும் இழுத்துடுவாங்கடா. முக்கியமா அவனை அடிக்கிற அடியில கொத்து பரட்ட ஆகணும். போகடா போக. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ബോംബും തോക്കെടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ஐயோ பிரதர் ஐ டேக் only that கம்மட்டம் ப்ளீஸ். அண்ணா அந்த கம்மட்டம் மட்டும் கொடு அண்ணா. எந்த அண்ணனா പൊറോട്ട അടിക്കാൻ കമ്മട്ട. अब ये भी आ गए वगैरह। பிரதர் ப்ளீஸ் அண்ணா அண்ணா. अभी ये बच्चा आएगा भाई। டேக் இன் தட் கிராமவாசிஸ். ഷാജേട്ടൻ അവൻ सच्ची जा भाई। എവിടെ इसमें होगा क्या? कुछ नहीं है इसमें। നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചടാ എന്റെ കുഞ്ഞെ. मैं उठा के ले गया हूँ पहले। അയ്യോ എന്നെ ആ ഇന്റലിജൻസുകാർക്ക് വിട്ടുകൊടുക്കരുത് സാർ. यार എനിക്കാണെങ്കിൽ ഹിന്ദി പോലും അറിയത്തില്ല. इसको हिंदी में आती। പിടിക്കും സാർ, എന്തായാലും പിടിക്കും സാർ. 1 മണിക്കൂർ സമയം. तो എന്താടോ സാറേ शैतान സാത്താൻ सेवियर। സേവർ. वाह सब इसके पीछे पड़ रखे हैं। शमीर സാറേ ഒതുക്കട്ടെ. ഒതുക്കും ഒതുക്കും. സാർ സാറേ നമുക്ക് പണ്ട് ഒതുക്കി കൊടുത്താലോ? അവൻ ഒതുക്കും. ഒരിക്കലും ഒതുക്കരുത്. കുറെ നാളെ ഇവൻ നമ്മളെ പോലീസുകാരായിട്ട് വട്ടം ചുറ്റിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച തന്നെ പാത്രത്തിൽ ബോംബ് വെച്ച് വന്ന് നമ്മളെ പേടിപ്പിച്ചില്ലേ? ശരിയാ, സാറിന് ഇന്ന് നഷ്ടപ്പെടാതിരിക്കുക. പോടാ ഗോവിന്ദ, ആടി 660 ഹോണ്. ഗോവിന്ദ അടിക്കടാ. ഓക്കെ സാർ. സാറേ അവര് ഹോണടിച്ചിട്ടാ. മണ്ടൻ ഷമീർ സൈക്കോളജിക്കൽ മൂവ് നടത്തുന്നു. കിടക്കട്ടെ ഒരു ഹൈലൈറ്റ്. സാറേ അവർ ലൈറ്റ് ഇട്ടു. നീ വിടറാ ലൈറ്റ്. ഇട്ടു സാർ. അതാണ്, കുറച്ച് കളർ ബൾബും കൂടെ വേണം സാറേ. കറക്റ്റ്. ഓഹോ, എന്നാ ഈ സേവ്യറിന്ന് രണ്ടിലൊന്നും അറിയണം. അല്ല സാറേ നമുക്കൊന്ന് പൊടിക്കൊതിക്കാലോ? സാറേ വേറെ ഇല്ലാത്ത നേരത്തെ यार इनकी कहाँ पे वॉर शुरू हो गई है। മിണ്ടരുത്. അവനെ ഒരിക്കൽ പേടിച്ചാ പിന്നെ കാലാകാലം മുഴുവൻ പേടിക്കേണ്ടി വരും. एक बार डरा दे। പിടിച്ചിരുന്നോ? നീ വിടറാ. സൈക്കോളജി എന്താന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഈ യുദ്ധത്തിൽ തോറ്റ് അവൻ ജീപ്പുമായിട്ട് കാട്ടിക്കയറും. നീ തീർന്നടാ, തീർന്നു. അവസാന നിമിഷം വരെ അവൻ കരുതുന്നു ഞാൻ വെട്ടിക്കുമെന്ന്. ഇല്ലാന്ന് മനസ്സിലാവുമ്പോ അവൻ വെട്ടിക്കും. ओ सेवियर। പാപ്പന്റെ അടുത്ത് അവന്റെ കളി. പാപ്പ നമുക്കിതായിട്ട് മുങ്ങിയാലോ? കോടികളുണ്ടാക്കാം. ഓടാ
ഭർത്താവിനെ നിരക്കാത്ത പാപം ചെയ്യലടാ. അല്ല ഷാജേട്ടാ, നമുക്കിതൊരു 3-4 ദിവസം കൈവച്ചിട്ട് ഒരു 3-4 കോടി അച്ചടിച്ചിട്ട് പതുക്കെ പോലീസിന് കൊടുക്കാം. അതെ. ഒറ്റ ചവിട്ട് വെച്ചാന്നുണ്ടെങ്കിലോ രാജദ്രോഹം ചെയ്യുന്നല്ലോടാ ഇപ്പൊ അതിനകത്ത് വന്നത്. ഇനി ആ പേര് മുദ്രവപ്പിക്കാൻ വേണ്ടിട്ടായിരിക്കും എല്ലാരും കൂടി പറയുന്നല്ലയോ. നമ്മള് രാജ്യദ്രോഹികളാണ്. എങ്ങനെയാണ് രാജ്യത്തെ ഹെൽപ്പ് ചെയ്യലാണ്? അവർക്ക് പകുതി അടിച്ചാ പോരെ, പകുതി നമ്മളടിക്കൂലേ? അല്ലേ? അത് കറക്റ്റ്. ഇത് പോലീസിനെ ഏൽപ്പിക്കണം. നമ്മൾ ചുമ്മാതല്ല, ഒരു വെടിക്ക് 2 പക്ഷി. എടാ നിങ്ങളെ ആ സർവോദയ ക്ഷമരൊന്ന് വിളിച്ചേ. ഞാൻ മറ്റാ നാറിയെന്ന് വിളിക്കാം. ഒറിജിനൽ അച്ചു ചോർന്നതായതിനാൽ ഈ കള്ളനോട്ടുകൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് സൂചനകൾ വ്യക്തമാക്കുന്നു. ആ ലാസറേ, പാപ്പനാ, ഷാജി പാപ്പനാ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ആ ഞങ്ങള് സംഗതിയായിട്ട് അങ്ങ് വരുവാ. നമുക്ക് 10-20 അല്ലെന്നേ, ഒരു 100 കോടി അങ്ങ് അടിച്ചേക്കാം. ആ ശരി, ബാക്കി സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്, നീങ്ങ പോരെ. ശരിയെന്നാ ശാപം കാത്തിരിക്കുവാന്ന്. നമ്മുടെ പിള്ളേരൊന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു. നിങ്ങളുടെ പാപ്പന് ഇത്ര വലിയ ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നമ്മളൊക്കെ ഒരേ ആൾക്കാര് തന്നെ അല്ലടാ. പാപ്പന് ഈ കള്ളക്കടത്തെ കടത്തി വലിയ ആളാവുമ്പോ നമ്മളെ മറക്കൂ. ആശാനെ ചേർത്തൊട്ടിച്ചതൊക്കെ കറക്റ്റ് തന്നെയല്ലേ? ഒന്നും പോടച്ചേക്ക് അവിടുന്ന്. നോട്ട് മാട്ടി പണി തുടങ്ങിട്ടേ കാലം കുറേ. കുന്നും കൂടെ റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് ഞാൻ. ഗവർണർ ഞാനടിക്കുന്ന നോട്ടും റിസർവ് ബാങ്കിന്റെ നോട്ടും തമ്മിലേ കാട്ടുപണിയുടെ വ്യത്യാസം പോലില്ല. നീ വായൊടിച്ച് നോക്കിക്കാണ്ട് ആ പ്രിന്ററിലേക്ക് ഇറങ്ങണ്ട്. കൂടുതൽ പണി ഉണ്ടാക്കാണ്ട്. ഷാജിയേട്ടാ, നിങ്ങൾ ഇത്ര വലിയ ആളാന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. ഓ ഹെവി പ്രഷറാന്നേ. ആ ഉണ്ണാപ്പണിയൊക്കെ അങ്ങനെയാ. വീട്ടിൽ അമ്മച്ചിയോടൊക്കെ അന്വേഷണം പറയണം കേട്ടോ. പറയാം. അധികം ഒന്നിനെ പറയേണ്ട കാര്യമില്ലല്ലോ. കൊള്ളാം പാപ്പ, ഞാൻ ആദ്യമായിട്ടാ രാജ്യം മുഴുവൻ തേടി കിടക്കുന്ന കള്ളക്കടത്തുകാരനായിട്ട് ഇങ്ങനെ ഒരു ഡീൽ. നമ്മളൊരു പൊളിക്കും ഈ കേരളത്തിൽ കിടന്ന്. അതൊക്കെ നമുക്ക് പൊളിക്കാതെ, നിങ്ങൾ ആദ്യം ബിസിനസ് സംസാരിക്കും. അതെ, ആദ്യം നമുക്ക് ഈ ടയറൊക്കെ കൊണ്ട് വിട്ടിട്ട് പപ്പാതി കാശെടുക്കാം. എന്തായടാ അവിടെ? 1 മിനിറ്റ് ലാസറേട്ടാ, ആ പ്രിന്റ് എടുത്താ ഒരു ഒറിജിനൽ 500 നോട്ടൊന്നേ. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് റിസർവ് ബാങ്ക് ഗവർണർക്ക് കൊണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്. നമ്മള് കോടീശ്വരനായി. ഇനി നമുക്ക് സർവത്ര ഷമീറിനെ വിളിച്ചാലോ? शमीर को बोला क्यों? ഈ സമയത്താണ് സർവത്ത് പിടിക്കുന്നത്. പാട്ടിത്തണ്ടി. अब क्या होगा? ലാസറേട്ട ചെറിയൊരു പ്രശ്നമില്ല. നമ്മളടിച്ച പുതിയ നോട്ടിനെ ഗാന്ധിജിക്ക് കണ്ണടിയില്ല. പഴയ സ്ഥലത്ത് പോയിരിക്കാം. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. സാറേ, ഈ പാതിരാത്രിയില്ലേ നോട്ട് നിരോധിച്ചേ. അപ്പൊ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് നോട്ടിലേക്കുള്ള ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ ബാപ്പുജി കണ്ണട വെക്കാൻ മറന്നുപോയതായിരിക്കും. ഹായ്, വാളൊക്കെ ഉണ്ടല്ലോ. എന്താ ആയുധ പൂജയാണോ? കള്ളത്തരം കാണിച്ച് ലാസറിനെ പറ്റിക്കാൻ നോക്കുന്നോടാ. अरे यार, पिंकी को बेच के हुआ है यार। यार बहुत फनी है, बहुत बुरा वाली का ट्राई करी है सच में, तो बहुत मार ठीक हो गई क्या शादी? क्या हुआ? कैसे मार रहा है ये भाई? पापा ना भाई, अब तो धोएगा इसको। आप तेरा शादी बहुत हो गया शादी का।
शादी रस्सी बांध लो पीठ भी ठीक हो वाह शादी पाई ये भी इसकी साइड में भी हाजी पापा അരുതരുതായിരുന്നടാ उनको भेज दिया वाह शादी पापा आ गया भाई वो क्या धो रहा है ना शादी का ये क्या वाह अब्बू वाह अब्बू तो घुमा घुमा के बाहर है കുറച്ച് ചോര മുഖത്ത് തെറിച്ചിരുന്നെങ്കിൽ ആറപ്പങ്ങ് ओ मेरे को तो अब्बू के डायलॉग चल इनको तो धो लिया लात मार मार के पूरा वो शादी वाह भाई बेचारा इसके पास तो घर भी नहीं है घर से निकाल दिया वो बस अब बोल പാപ്പനെ തൊട്ട പാപ്പ സഹിക്കും പക്ഷെ പാപ്പന്റെ സഹിക്കലടാ क्या था शादी मेरे को बोले तो ठीक है मेरे लड़के को बोला शादी माँ के आगे नहीं ഡൈനാമിറ്റ് കണ്ടിട്ടുണ്ടോടാ പൊട്ടണത് ഇത് ഞാൻ നിനക്കായിട്ട് ഒഴിഞ്ഞു വെച്ചതാ ആവശ്യം വന്ന എടുത്തു വച്ചൊന്ന് കാച്ചാൻ अब डायनामाइट यूज करेंगे മരണം തൊട്ടു മുമ്പ് എത്തുമ്പോ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പേടിച്ചൊരളിഞ്ഞ മോന്തയെ നിൽക്കും ദേ ഇതുപോലെ പാപ്പൻ മാത്രം പേടിച്ചില്ല ഞങ്ങൾ ആരും കാണാത്തൊരു കാഴ്ച പാപ്പൻ കണ്ടിട്ടുണ്ടായിരുന്നു क्या 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 बात है उसने अपनी हाइट का फायदा उठाया Mr. Shaji, come here. सही खेल गया We have found out that this mint came to you by mistake. It's partly our mistake too. We should have been little more careful. उसको समझ गया എന്താ ഷൈട്ട് പറഞ്ഞേ ഒന്നും മനസ്സിലായില്ല പക്ഷെ കാണിക്കണ്ട ഡിസൈൻ അബദ്ധത്തിൽ മാറിപ്പോയതാണെങ്കിലും അത് പ്രിന്റ് ചെയ്തതും ഡിസൈൻ ലീക്ക് ചെയ്തതും സീരിയസ് ക്രൈം തന്നെയാണ്. കള്ളനോട്ട് പ്രിന്റ് ചെയ്ത പിടികിട്ട പുള്ളിയെയും ഗ്യാങ്ങിനെയും പിടികൂടാൻ സഹായിച്ചതിനും ലോക്കൽ പോലീസിന് ഇൻഫർമേഷൻ നൽകിയതിനും നന്ദിയുണ്ട്. Not only with the police department, but the whole nation is thankful. वाह शाजीपा സാർ എനിക്കൊരു സംശയം യുവമാർക്കും ഇതിൽ പങ്കുണ്ടോന്നു കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോ മലപ്പുറം कुछ पैसा दो പിന്നെ ഇത് शाजीपा ഹൈ റേഞ്ചിൽ ആർക്കാണ് വന്നതെന്ന് മംഗലാപുരത്തൊരുത്തിന് ബോധം വന്നാൽ ഞങ്ങൾ അവനെ കൊണ്ട് പറയിപ്പിച്ചോളാം. അതെ ഇത്ര വലിയ കള്ളനോട്ട് അടിക്കാരെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് സമ്മാനം ഒന്നുമില്ലേ? ആ കള്ളനോട്ടിന്റെ 10% ഞങ്ങൾക്ക് തരാൻ പല്ലേ? ഫുള്ളും വേണോ?
ഫുള്ളും വേണം. ഓ അത് വേണ്ട. പിന്നെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോടികളുടെ ബാധ്യത ഒഴിവാക്കി തന്ന നിങ്ങൾക്ക് സർക്കാർ വക ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കാനാ? 10,001 രൂപ. 10,000 ഇല്ലേ? 10,000 दिए। കമ്മട്ടം കെട്ടി ആരും തിരിച്ചു കൊടുക്കാത്ത 10,000 एक रुपया। കൺഗ്രാറ്റ്സ് മിസ്റ്റർ പാപ്പൻ ഷാജി. അത് കുറച്ച് കൂടുതലല്ലേ സാർ? ഇത് പാപ്പന് കുഴമ്പ് മേടിക്കാൻ പോലും തികയല്ലോ. ഇറങ്ങിയേക്കോ. പിന്നെ റിവാർഡിന്റെ കാര്യം നിങ്ങൾക്കൊരു ഒഫീഷ്യൽ മെസ്സേജ് വരുന്നത്. वाह। അപ്പൊ ഷാജി താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. എന്തിന്? മണ്ട സെൽഫി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മുൻകൂർ സ്റ്റേഷനിൽ വന്ന് അനുമതി വാങ്ങിച്ചോണം. തൊണ്ടി മുതല ക്രൈം സീനിൽ നിന്ന് കിട്ടിയതാ. കേസൊക്കെ കഴിയണം, ഒരു 5-6 കൊല്ലം കഴിയും. സാറേ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കപ്പല്ലേ സാർ? എന്നാന്നേ? സ്വയം ബോംബ് പൊട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ പറ്റിച്ചു കിടന്ന ആ ലാസറിനെ പിടിക്കാൻ സഹായിച്ചത് കൊണ്ട് എന്റെ തൊപ്പി പോയില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. इनका क्या हुआ टूट वगैरह? പൊട്ടിച്ചെതിരി കിടക്കുന്നവരൊക്കെ വാരി പറക്കെടുത്ത് ആസ്തി കൊണ്ട് കളയട്ടെ. പറക്കിയെടുക്കാൻ പറ. നീ വാങ്ങിക്കോട്ട്. തരൂ. തരൂല. ഈ പോലീസുകാരൊക്കെ അതല്ലയോ ഞാൻ പോലീസാവാതെ. ഷാജിട്ടാ ക്ലബിന്റെ കാര്യത്തിലൊരു എല്ലാം ഇഞ്ചി ആയില്ലയോ? കേസും വക്കാനോ കഴിഞ്ഞിട്ട് കപ്പ് കൈ കിട്ടുമ്പോഴത്തേക്കും अरे वो लोग ഷാജിയേട്ടാ ഇത് वो पैसे ഇത് उनको दे देंगे। ഫക്രു ഫക്രു ഒന്നപ്പോ ആ സ്റ്റേഷനിൽ കണ്ടാ ഇക്രോ? അത് ഫക്രോല്ല, ഞാൻ എപ്പോഴും പറഞ്ഞു. ഷാജിയേട്ടാ വാ ഇറങ്ങ്. ഫക്രു ഭായ് എവിടെ കിധർ തും ലോഗ് നോർത്ത് ഹം ലോഗ് വേറെ ലോഗ് कहा नहीं ढूंढा बे ये पकड़ कितने वो है भाई കാണിച്ചു വേറെ ആളുകളൊക്കെ डॉलर हमको भारत का पैसा चाहिए, भारत का। पैसे ഇല്ല. പാപ്പൊന്നും അറിയില്ല. निकाल निकाल रे पैसा नहीं चाहिए तू समझाएगा साला भाई डॉलर दे दियो ऑटो चलो भाई, हमारा हमारा काम हो गया, चलो चलो जल्दी। कितनी चेन्नई ഷാജിയേട്ടാ ഡോളർ നമ്മളെന്ത് ചെയ്യാനാ? ഇത് മാറാനായിട്ട് ഇനി അമേരിക്ക പോണ്ടേ? പിന്നെ അല്ലാണ്ട് പാപ്പനാണ് കേസും കൂട്ടുള്ളതുകൊണ്ട് പാസ്പോർട്ടും കിട്ടൂല. അപ്പൊ ഇവിടെ മാറാൻ अरे പറ്റില്ല. इंडिया में भी അങ്ങനെ एक्सचेंज എങ്ങനെ അവന്മാര് മാറില്ലായിരുന്നു? അത് നേരാണല്ലോ. എടാ അവന്മാര് അങ്ങോട്ട് പണിത് എടാ साले उल्लू बना बे साले। ये बन गए जेवियर। എന്താ പരിചയമുള്ള വണ്ടിയാണല്ലോ. शायद जेवियर नहीं 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 ओ ये भागे थे जब എന്നാലും പുള്ളിക്കാരനോടൊന്ന് പറയാം. നമ്മളിവിടെ നേരെ കുളുവിൽ പോകണം. അയാൾ എന്തിനാ? ഒന്ന് ഓടി ഓടുന്നു. എന്റെ മഞ്ഞ ഷർട്ട്, विद न्यू എന്റെ മാല, എന്റെ മുണ്ട്, എന്റെ ട്രൗസർ, വേറെ ഏതോ ഹതഭാഗ്യന്റെ ഭാര്യ ഇല്ലയോടാ? ഇതാരാ ഏട്ടാ? ഷാജിയേട്ടൻ. ഓ ചേട്ടന്റെ ഡ്രൈവറായിരുന്നു. അതെ ചേട്ടന്റെ ഡ്രൈവർ. इसका ड्राइवर था ये किसी नहीं को ഇവൻ पता ആരാന്നറിയോടി നിനക്ക്? എന്നെ നടുവെട്ടിയപ്പോ എന്റെ ഭാര്യനെ കൊണ്ട് ഒളിച്ചോടിയ പരതാറിയാടി ഇവൻ. പൊന്നപ്പ ചേട്ടൻ കേട്ടിരുന്നോ? എന്റെ ട്രൗസർ തന്നിട്ട് പോടാ. लेगा जीप ना। अरे यार भाई कमाल की मूवी थी। मतलब शज्जी की मुझे एक चीज बहुत बढ़िया लगी कि अगर उसको कोई मार रहा है तो चलेगा, बट उसके दोस्तों को नहीं मारना चाहिए कोई। शज्जी ने सबको मारा और क्लिटस की भी एक्टिंग बहुत सही थी जब वो बॉम्ब वाला हुआ। बट हमें लास्ट में कुछ चीज मतलब वो रही कि मतलब अनसॉल्व की वो उसका पता नहीं लगा डूड का है ना। वही वो शायद डूड को उसमें ले गए ना, वो वहीं पे चले गया था शायद। अब इसका पार्ट 3 भी आएगा, आ गया है एक्चुअली। तो यार ये वाला पार्ट भी बहुत ज्यादा फनी था। इस पे मनी मिंट पे था, वो पिछला वाला हम लोगों ने देखा वो पिंकी पे था। अब जिसका 3rd पार्ट देखेंगे आगे की कैसा होगा। तो यार बहुत ही शानदार मूवी थी। तो गाइस यही था हमारा रिएक्शन। आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट करिए और अगर चैनल पे नहीं तो सब्सक्राइब। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है, अगर फॉलो करना चाहते हो तो कर सकते हो। बाय।